ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ലൈസൻസ് ഒക്കെ കിട്ടി. ആദ്യമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ഇന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഹോണ്ടയുടെ CR-V 2019 മോഡലാണ്. അപ്പോൾ വണ്ടീൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വണ്ടി എടുക്കാൻ പോയപ്പോൾ രേഷ്മയാണ് കേട്ടോ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വണ്ടിക്ക് നമ്മൾ പോയെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പം ന്യൂ വണ്ടി ഞാൻ ഓടിച്ച് വരേണ്ടി വരും. അപ്പം ഞാനൊരു ന്യൂ ഡ്രൈവറുമാണ്, പുതിയ വണ്ടിയാണ്, അതുകൊണ്ട് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് രേഷ്മനെയും കൂടെ കൂട്ടിപ്പോയത്. അങ്ങനെ രേഷ്മയാണ് ഞങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് ഓടിക്കുകയാണെങ്കിലും കുട്ടി അരികിലുണ്ടാവുമല്ലോ, അപ്പോൾ ഒരു ധൈര്യമായതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞങ്ങൾ ഈ ഒരു കാർ വാങ്ങിയത് ഫ്രിസല്ലെ സൺഷൈൻ ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായ ലിസ്മോറിൽ തന്നെയുള്ളൊരു ഷോപ്പാണിത്. അങ്ങനെ ഒരുപാട് റിസർച്ചുകളൊക്കെ ചെയ്ത് കുറേ റിവ്യൂസൊക്കെ കേട്ടും കണ്ടും ഒക്കെയാണ് ഞങ്ങൾ ഈ വണ്ടി ചൂസ് ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സെലക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് വണ്ടികളെ പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഇതും കുട്ടിയാണ് സെലക്ട് ചെയ്തത്. അപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഞങ്ങൾ ഇതിന് മുന്നേ വണ്ടി മേടിക്കുന്നതിന് മുന്നേ ഇവിടെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കി സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് ഈ വണ്ടി ഉറപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അവർ കീ ഒക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ മേടിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോകണം കേട്ടോ. തിരിച്ചു പോയപ്പോൾ ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചത്. കുട്ടി അടുത്തുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിവിടെ ഒരു ന്യൂ ഡ്രൈവർ ആയതുകൊണ്ട് റെഡ് കളറിലുള്ള ബോർഡ് വെച്ചതിന് ശേഷം മാത്രമാണ് വണ്ടി ഓടിക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മേടിച്ച വണ്ടീൻ്റെ പുറകിലും മുന്നിലും ഒക്കെ ബോർഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ കളർ പറഞ്ഞു തന്നെ തുടങ്ങാം കേട്ടോ. ഇത് പാഷൻ റെഡ് എന്നാണ് കേട്ടോ ഈ കളർ അറിയപ്പെടുന്നത്. നമുക്ക് കാണുമ്പോൾ ഒരു ഓറഞ്ച് കളർ ചേർന്ന ഒരു റെഡായിട്ടാണ് തോന്നുക. പിന്നെ എക്സാക്റ്റ് ആയിട്ട് ഈ വണ്ടീൻ്റെ ഒരു വേരിയൻറ്റ് പറയുകയാണെങ്കിൽ ഹോണ്ട CR-V VTIS 2019 മോഡലാണ് കേട്ടോ ഈ കാറ്. ഓട്ടോമാറ്റിക് കാറാണ്. മാനുവൽ കാറിനെ പറ്റിയൊന്നും എനിക്ക് ചിന്തിക്കാനേ പറ്റുന്ന കാര്യമല്ല. എന്തായാലും ഇത് ഓട്ടോമാറ്റിക് കാറാണ്. അതുപോലെ തന്നെ ഈ ഹോണ്ട CR-V എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് കാർസ് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത് 1995 കേട്ടോ. ഈ ഒരു കാർ എന്ന് പറയുന്നത് SUV-ൻ്റെ കാറ്റഗറി വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നീളവും വീതിയും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഏകദേശം 4.5 മീറ്റർ ആണ്. അതുപോലെ വിഡ്ത്ത് വരുന്നത് 1.8 മീറ്ററും ഹൈറ്റ് ഏകദേശം 1.6 മീറ്ററുമാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ വീൽ ബേസ് 2.6 മീറ്റർ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കണക്കുകൾ വരുന്നത് കേട്ടോ. പിന്നെ ഒരു ടേണിംഗ് സർക്കിൾ, ഈ വണ്ടീൻ്റെ ഒരു ടേണിംഗ് സർക്കിൾ എന്ന് പറയുന്നത് 11 മീറ്റർ ആണ്. ഈ വണ്ടിക്ക് ഏകദേശം വെയിറ്റ് വരുന്നത് 1530 കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ടയർ സൈസ് 235/65 എന്നാണ് പറയുക കേട്ടോ ഇതിൻ്റെ ടയർ സൈസ്. പിന്നെ ഇതിൻ്റെ ഡിക്കി അഥവാ ബൂട്ട് തുറക്കാൻ വേണ്ടി നമുക്ക് മാനുവലായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെ കീ ഉപയോഗിച്ച് അതിലൊരു ലോങ് പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ കാർഗോ ഏരിയ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിന് 589 ലിറ്റേഴ്സ് കപ്പാസിറ്റി ഉണ്ട്. സെക്കൻഡ് റോയിലെ സീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുമ്പം ഇനി സെക്കൻഡ് റോയിലെ സീറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്താൽ അതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് പിന്നെ വർദ്ധിപ്പിക്കാൻ പറ്റും. 1072 ലിറ്റർ ആണ് സീറ്റ് നമ്മൾ മടക്കി വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് മാനുവലായിട്ടും ഈ ഡിക്കി അടയ്ക്കാം കേട്ടോ. അവിടെ ഒരു ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുമ്പം അത് നമുക്ക് മാനുവലായിട്ടും അടയ്ക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് റോ ആണ് കേട്ടോ. സെക്കൻഡ് റോയിൽ 3 സീറ്റാണ്. ഇതൊരു 5 സീറ്റ് കാറാണ്. അപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് റോ ആണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് റോയും. ഫസ്റ്റ് റോയിൽ വരുന്നത് സാധാരണ പോലെ തന്നെ 2 സീറ്റ്. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ വണ്ടിയായ മഹേന്ദ്ര സ്കോർപിയോൻ്റെ ഒരു അപ്ലിഫ്റ്റുമായിട്ടൊന്നും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതെന്തൊക്കെ പറഞ്ഞാലും വേറെ ലെവൽ തന്നെയാണ്. അപ്പം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം നമുക്ക് വിസിബിലിറ്റി ഒക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണിത്. എന്തായാലും എനിക്ക് കംഫർട്ടായിരുന്നു ഇത് ഓടിച്ചിട്ട്. ഈസിയാണ്, നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഹാൻഡ് ബ്രേക്കും പാർക്കിങ്ങും ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്. അതുപോലെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ലെതർ
ലെതറാണ് കേട്ടോ അതിൻ്റെ ആ ഒരു മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പവർ ഇലക്ട്രിക് സ്റ്റിയറിംഗ് വീലാണ്. അപ്പം നമുക്ക് ഒരുപാട് തിരിക്കുകയും മറിക്കുകയൊന്നും വേണ്ട. അത് ഓട്ടോമാറ്റിക്കലി ഒരു ഇലക്ട്രിക് സ്റ്റിയറിംഗും കൂടിയാണ് ഇത് ഉള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ടിലത്തെ റോയിലെ സീറ്റിൻ്റെ നടുവിലുള്ള സ്റ്റോറേജ് ഏരിയ ആണ്. ഇവിടെ കുറേ USB കണക്ഷൻ പോർട്ടുകളും ഒക്കെ ഉണ്ട്, പവർ പോയിന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. 2 കപ്പ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നടുവിലായിട്ട്. അതുകൂടാതെ സീറ്റിൻ്റെ 2 വശങ്ങളിലായിട്ടും ഇതുപോലെ ബോട്ടിൽ ഹോൾഡിങ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹോണ്ടയുടെ ആ ഒരു ലോഗോ അതിന് സ്റ്റിയറിംഗിൻ്റെ നടുവിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ മാത്രമല്ല, വണ്ടിയുടെ പുറകിലും മുന്നിലും ഒക്കെ ഉണ്ട്. ഒരു സിൽവറും കൊണ്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ 3 സീറ്റ്, രണ്ടാമത്തെ റോയിൽ 3 സീറ്റ് അതാണ്. പിന്നെ ഇത് കൂടാതെ ഇവിടെ സാധാരണ വണ്ടികൾക്കൊക്കെ ഉള്ള പോലെ തന്നെ ഇതുപോലെ ഫ്രണ്ടിലെ ഈ മിററും അതുപോലെ തന്നെ ഗ്ലാസ് സ്പെക്സ് ഒക്കെ വെക്കാനും, അതുപോലെ നമുക്കിത് താഴ്ത്തുവാണെങ്കിൽ പുറകിലിരിക്കുന്ന ഇപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവരെ ഒന്ന് നോക്കാനും ഒക്കെ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കുട്ടികളെയും കൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പം. പിന്നെ ഇതിന് 360 ക്യാമറ ഇല്ല. ഇതിനുള്ളത് റൈറ്റും ലെഫ്റ്റും പിന്നെ ബാക്കിൽ മാത്രമാണ് ക്യാമറ ഉള്ളത്. ഫ്രണ്ടിൽ ഇതിന് ക്യാമറ ഇല്ല. അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ കുഴപ്പമില്ല, നമ്മളെപ്പോഴും മിക്കവാറും റിവേഴ്സ് പാർക്ക് ചെയ്യുന്നതുകൊണ്ട് അതത്ര പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് ബെൽറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സ്ക്രീനിൽ നമുക്ക് മാപ്പ് സെറ്റ് ചെയ്യാനും മ്യൂസിക്കും ഫോണുമായിട്ട് കണക്ട് ചെയ്യാനും എല്ലാവിധ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ആപ്പിൾ ഫോണോ എന്തുമായിട്ടും കണക്ട് ചെയ്യാൻ ഇത് പറ്റും. അതുപോലെ ക്ലൈമറ്റ് സെറ്റ് ചെയ്യാനും AC, വോളിയം, അതുപോലെ ഓരോ കാര്യങ്ങൾക്കും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ, എല്ലാം ഒന്നും എനിക്കറിയില്ല, പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഇരു സൈഡിലായിട്ട് വോളിയം കൂട്ടുവാനും കുറയ്ക്കാനും അതുപോലെ പല കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഐ എം സ്റ്റിൽ ലേണിംഗ് അബൌട്ട് ദിസ്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കാറിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ഓടിച്ചു നോക്കിയിട്ട് ഇതുവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം 2-3 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഒരു റിവ്യൂ എങ്ങനെയുണ്ട്, 3 മാസം അല്ല 4 മാസം ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതെന്നുള്ള ഒരു വേറൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം എന്തായാലും ഇതൊരു പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓടിച്ച് എക്സ്പീരിയൻസ് ആയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല എനിക്ക് ഒരുപാട് വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളി വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്തായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം എനിക്ക് മഹേന്ദ്ര സ്കോർപിയോ ഓടിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ആ വണ്ടി കുറച്ചധികം വലിപ്പമുള്ള പോലെ ഒരു ഫീലും, എനിക്ക് അത്ര ഒരു കംഫർട്ട് അല്ല വണ്ടി ഓടിച്ചു പോകാൻ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം എനിക്ക് ഈ വണ്ടി കുറേയും കൂടെ കംഫർട്ടായിട്ട് തോന്നി കേട്ടോ. മഹേന്ദ്രേൻ്റെ വണ്ടി ഓടിക്കാൻ കംഫർട്ട് അല്ലാന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് കംഫർട്ട് അല്ലെന്നാണ് കേട്ടോ. മഹേന്ദ്രേൻ്റെ വണ്ടി അടിപൊളിയാണ്, അതിനെ കമ്പയർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ ഞാൻ ഒരു പുതിയ ഡ്രൈവർ ആയതുകൊണ്ട്, അത് കുറച്ച് വലിപ്പമുള്ളൊരു വണ്ടി ആയതുകൊണ്ടും അത് ഓടിച്ചു പോകാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കാറിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഓട്ടോമാറ്റിക് ലോക്ക് സിസ്റ്റം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വണ്ടി ഓഫ് ചെയ്ത് കീയും എടുത്ത് നമ്മൾ കുറച്ച് വണ്ടിയിൽ നിന്ന് അകന്ന് നടന്നു കഴിഞ്ഞാൽ ഒരു 10 അടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ വണ്ടി നമ്മുടെ കാറ് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കാനും പറ്റും. നമ്മൾ പ്രത്യേകം ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കീ കൊണ്ട് ഇറങ്ങി നടന്നാൽ മതി, ഓട്ടോമാറ്റിക് ലോക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ കീലെസ് എൻട്രി ആണ്, സെൻസ് ചെയ്തോളും, നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ കീ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിന്. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ എക്കോ മോഡ് മാത്രമല്ല സ്പോർട്സ് മോഡിലും വണ്ടി ഓടിക്കാൻ പറ്റും. സ്പോർട്സ് മോഡിൽ വണ്ടി ഓടിക്കുന്നത് സൂപ്പറാണ്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വന്നതെന്ന് നമ്മൾ അങ്ങനെ ഓടിച്ച് നോക്കിയിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഓടിക്കുന്നത് എക്കോ മോഡിലാണ്. നമുക്ക് കുറച്ചും കൂടെ ഫ്യൂവലൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇതുവരെ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും. ബൈ. Thank you all for watching this here video.